in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രാണപ്രിയാ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥാ. പ്രാണപ്രിയാ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ജൂലൈ മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഭാവി അടഞ്ഞ, പുതുമ നഷ്ടപ്പെട്ട, വേഗത കുറഞ്ഞ നിന്റെ ജീവിതത്തിൽ യേശു ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. 2-ാമത്തെ വാക്യം, അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മ അപ്പന്മാരോ എന്ന് ചോദിച്ചു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത, ഭാവി അടഞ്ഞ, പുതുമ നഷ്ടപ്പെട്ട, വേഗത കുറഞ്ഞവന്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനഭാഗം എന്നോട് ഈ പ്രഭാതത്തിൽ ദൈവം സംസാരിക്കുമെന്ന്? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ അധികമായി ചിന്തിപ്പിക്കുകയും അധികമായി ദൈവം എന്നോട് ഇടപെടുകയും ചെയ്ത ഒരു വചനഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കാണുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ജനനം മുതൽ കുരുടനായ ഒരു മനുഷ്യൻ. അവൻ കടന്നു പോകുമ്പോൾ ഇടതാണോ വലതാണോ ഇവനെ ഇരുത്തിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ യേശു അവനെ കണ്ടപ്പോൾ ശിഷ്യന്മാരും അവനെ കണ്ടു എന്നുള്ളതാണ്. കാരണം യേശു ശ്രദ്ധിക്കുന്ന ഇടത്തേക്ക് ശിഷ്യന്മാരും ശ്രദ്ധിക്കും. യേശു അവനെ നോക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ വലിയ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഇവൻ കുരുടനായി പിറക്കത്തവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവനാണോ ഇവൻ്റെ അമ്മയോ അപ്പനോ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ എൻ്റെ ചിന്ത ഇന്ന് വ്യത്യസ്തമാണ്. ഈ കുരുടനായ മനുഷ്യനെ നിങ്ങൾ നോക്കിയാൽ, അവൻ ജനിച്ചിട്ട് എത്ര വർഷമായെന്ന് അറിയത്തില്ല, പക്ഷേ അവന് അമ്മയും അപ്പനുമുണ്ട്. അവന് സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ അവന് കണ്ണ് കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ ഭാവി അടഞ്ഞു പോവുകയാണ്. അവൻ എങ്ങും എത്താൻ കഴിയാതെ അവൻ്റെ ജീവിതത്തിൻ്റെ വഴി അടഞ്ഞതുപോലെയായി പോയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതേപോലെ ആയിരിക്കുന്നു താങ്കളും. അമ്മയപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, പക്ഷേ ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാത്ത രീതിയിൽ ഭാവി അടഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ആരോ ആഹാരം തരുന്നുണ്ട്, കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഉറങ്ങുന്നു. അതേപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുകയാണ്. മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ ഭാവിയുടെ വഴികൾ അടഞ്ഞുപോയ ചിലവർ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇത് നിങ്ങളുടെ ദിവസമാണ്. യേശു നിങ്ങളെ സ്പർശിക്കുവാൻ പോവുകയാണ്. യേശു നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഇതാ ജന്മനാ കുരുടനായ മനുഷ്യൻ. ഒന്നാമത്തെ ചിന്ത അവൻ്റെ ഭാവി അടഞ്ഞതാണ്. എന്നാൽ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവന് പുതുമയില്ല. എന്ന് പറഞ്ഞാൽ കണ്ണ് കാണുന്നില്ല. എല്ലാ ദിവസവും ഒരേ നിലയിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും സഹായിച്ചാൽ മുമ്പോട്ട് പോകും, ആരെങ്കിലും ആഹാരം കൊടുത്താൽ അവൻ കഴിക്കും, ആരെങ്കിലും അവൻ്റെ വസ്ത്രം മാറിയാൽ അവന് മാറാൻ കഴിയും. കാരണം അവനിതൊന്നും കാണാൻ കഴിയുന്നവനല്ല. അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു പുതുക്കവുമില്ല.
എല്ലാ ദിവസവും ഇരുട്ട് പിടിച്ചാണ് അവൻ ജീവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഞാൻ ചിലവരെ നോക്കി പ്രവചിക്കുകയാണ്. എല്ലാ ദിവസവും തപ്പിത്തടഞ്ഞതുപോലെ ജീവിക്കുന്ന, ജീവിതത്തിനകത്ത് ഇനി എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് യേശു സ്പർശിക്കുവാൻ പോവുകയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഭാവി അടഞ്ഞു പോയ, പുതുമയില്ലാത്ത നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ യേശു നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസത്തിൽ തന്നെ ഒരത്ഭുതം എനിക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതുക്കം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പുതുക്കം വരുന്നവനാണ്, ജീവിതത്തിനകത്ത് പുതിയത് കാണാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ട് ജീവിതത്തിനകത്ത് ഒരു മാറ്റവുമില്ലാതെ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുന്ന, ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന ചിലരോട് ഇന്ന് യേശു ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ സ്പർശിക്കും, എൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. എന്നാൽ മൂന്നാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ കുരുടനായ മനുഷ്യൻ്റെ ഭാവി അടഞ്ഞതാണ്. അവൻ്റെ ജീവിതത്തിൽ പുതുക്കമില്ല. എല്ലാ ദിവസവും ഇരുട്ട് മാത്രമാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ഒരു മൂന്നാമത്തെ ചിന്ത, അവൻ്റെ വേഗത കുറഞ്ഞതാണ്. ഹല്ലേലൂയ. അവൻ്റെ എല്ലാ നന്മകളും ഡിലേ ആണ്. എന്നാൽ യേശുവിൻ്റെ സ്പർശനത്താൽ യേശു അവനെ തൊടുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഒരാളെ സഹായിക്കാതെ ഇവനെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. എല്ലാത്തിനകത്തും ഞാനും അറിയാം, കാല് വയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ ഓടി ഒരു ബസ്സിൽ കയറുന്നത് പോലെയോ ഒരു ഭവനത്തിലേക്ക് കയറുന്നത് പോലെ ഒന്നും ഇവന് കയറാൻ കഴിയത്തില്ല. കാരണം അവൻ പതുക്കെയാണ് സ്റ്റെപ്പുകൾ വെക്കുന്നത്. കാരണം അടുത്തത് കുഴിയാണോ അടുത്ത സ്റ്റെപ്പാണോ ഒന്നും ഇവന് അറിയത്തില്ല. കാരണം ഇവനൊന്നും കാണാൻ കഴിയുന്നില്ല. അവൻ്റെ വേഗത കുറവാണ്. പക്ഷേ യേശു അവനെ തൊടുമ്പോൾ, എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 6-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 6-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവൻ്റെ കണ്ണിൽ പൂശി. എന്നെ കേൾക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണാം, എൻ്റെ യേശു കർത്താവ് നിലത്ത് തുപ്പിക്കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ ചേറ് പൂശുകയാണ്. എന്നിട്ട് ശീലോഹം കുളത്തിൽ പോയി മുഖം കഴുകാൻ പറയുകയാണ്. ആ മാത്രയിൽ തന്നെ അവൻ സൗഖ്യമായി തീരുകയാണ്. അവനിതാ അവൻ്റെ ജീവിതത്തിൽ പുതുക്കം വന്നു. അവൻ്റെ ഭാവി തുറന്നു വരികയാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയും പ്രത്യാശയും വെളിപ്പെട്ട് വരികയാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് അവനെ സൗഖ്യമാക്കിയ ദൈവത്തെ അവൻ തിരിച്ചറിയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. എൻ്റെ യേശു ഒന്ന് സ്പർശിച്ചാൽ, അവൻ്റെ ഒരു വാക്കും എൻ്റെ വെളിയിൽ വെളിപ്പെട്ടാൽ, ഇന്ന് ഭാവി അടഞ്ഞ, പുതുമ നഷ്ടപ്പെട്ട, വേഗത കുറഞ്ഞ നിൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഉയരാൻ കഴിയാതെ, മുമ്പോട്ട് പോകാൻ കഴിയാതെ അനേക ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ സ്പർശനം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അങ്ങയുടെ കരവിയർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിച്ചനായി മാമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവർ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം സൂമിൽ 6 മണിക്ക് നമുക്ക് ആരാധനയുണ്ട്. നിങ്ങളും കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. വലിയ അത്ഭുതവും സമാധാനവും പ്രാപിക്കാനായിട്ട്, വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.